أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പസമയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ടതായിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തോട് തന്നെ ഹദീസ് മതത്തിൽ പ്രമാണമാണ് എന്ന് പറയേണ്ടി വന്നത് ആധുനിക കാലഘട്ടത്തിൻ്റെ പല ദുരന്തങ്ങളിൽ വലിയ ഒരു ദുരന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ അത് അവരുടെ നിലനിൽപ്പിനും മറ്റും പ്രയാസകരമായി ബാധിക്കുമെന്ന് കൃത്യമായി ബോധ്യം ഉള്ളതുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെയാണോ തകർത്തെറിയുവാൻ സാധിക്കുക അതിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്.
പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ 2 പ്രമാണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് മുസ്ലിം സമൂഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്ന നയനിലപാടുകളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയായി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അത് പ്രമാണമായി സ്വീകരിക്കേണ്ടതില്ല, ഖുർആൻ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാലും മുസ്ലിംകളെ ആ വഴിക്ക് ലഭിക്കാൻ പ്രയാസമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കണ്ടുപിടിച്ച വലിയൊരു ആയുധമാണ് ഹദീസുകൾക്കെതിരെ സംശയങ്ങൾ ഉണ്ടാക്കുക, ഹദീസുകളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുക. ഹദീസുകൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ എതിരാണ്, അതേപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകൾക്കും ആശയങ്ങൾക്കും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾക്കെതിരെ മുസ്ലിം സമൂഹത്തെ തന്നെ തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായി കാലങ്ങളായി നടന്നു വന്നത്. ഏറെ സങ്കടകരമെന്ന് പറയട്ടെ, ആ ആശയങ്ങൾ ചില ആളുകളൊക്കെ ഏറ്റെടുത്തു. മുസ്ലിം സമൂഹത്തിലുള്ള ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രവർത്തകരെന്ന് വാദിക്കുന്ന ആളുകളിലേക്ക് തന്നെ അത്തരം ചില ആശയങ്ങൾ കടന്നു വന്നു. എന്നിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ ചോദ്യങ്ങൾ ഈ ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകത്ത് സ്വർഗം ലഭിക്കലാണ്, നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കലാണ്. സ്വർഗപ്രവേശനം സാധ്യമാകുന്നതും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയായി ഈ ലോകത്തേക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണോ അത് സ്വീകരിക്കുമ്പോഴാണ്. വഹി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയത് ഖുർആൻ മാത്രമാണ് വഹി എന്നുള്ളതാണ്. സത്യത്തിൽ ഖുർആനല്ല, ആ ഖുർആനിനോടൊപ്പമുള്ള അതിൻ്റെ വിശദീകരണങ്ങളും അതും വഹി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടു. ഖുർആൻ മാത്രമല്ല, അതിനോടൊപ്പം അതുപോലുള്ള മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്, അതാകുന്നു ഹദീസുകൾ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ മുസ്ലിം എന്ന് പറയണമെങ്കിൽ വിശുദ്ധ ഖുർആനിനെ എപ്രകാരം പ്രമാണമായി സ്വീകരിക്കുന്നുവോ, വിശുദ്ധ ഖുർആനിനെ എപ്രകാരം പ്രമാണമായി അംഗീകരിക്കുന്നുവോ അതേ പ്രകാരം ഹദീസിനെയും സ്വീകരിക്കുമ്പോഴാണ് അവൻ്റെ ഈമാനും അവൻ്റെ ഇസ്ലാമും പരിപൂർണമാകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഖുർആൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയാൻ പാടില്ല. മാത്രമല്ല, അതിന് സാധിക്കുകയുമില്ല. കാരണം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഹദീസുകൾ ആവശ്യമാണ്. കാരണം ഇന്ന് നമ്മുടെ കൈകളിലുള്ള ഖുർആൻ, അതിൻ്റെ ക്രമം നമുക്കറിയാം. ഒന്നാമതായി സൂറത്തുൽ ഫാത്തിഹയാണ്, അവസാനമായി വരുന്നത് സൂറത്തുൻ നാസാണ്. ഈ ഒരു ക്രമം എവിടെ നിന്ന് കിട്ടി? ആദ്യം സൂറത്തുൽ ഫാത്തിഹ വേണം, പിന്നെ സൂറത്തുൽ ബഖറ വേണം, പിന്നെ സൂറത്ത് ആലി ഇമ്രാൻ വേണം, പിന്നെ നിസാ വേണം, മായിദ വേണം. അങ്ങനെയുള്ള ഓരോ സൂറത്തുകളുടെയും ക്രമം ഖുർആൻ എവിടെ നിന്ന് കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്, സ്വഹാബികൾ അത് രേഖപ്പെടുത്തിയതാണ്. അത് സ്വഹാബികൾ ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രൂപത്തിലും ആ ക്രമത്തിലും അവർ ക്രോഡീകരിച്ചതാണ്. അപ്പം ഹദീസ് വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഖുർആനിൻ്റെ ആ ക്രമം തന്നെ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഖുർആൻ ഇങ്ങനെ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ ആയിരിക്കണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ സൂറത്തായി നിങ്ങൾ ഓതേണ്ടത് ഫാത്തിഹയാകുന്നു, പിന്നെ അൽ ബഖറയാകുന്നു എന്ന് ഖുർആൻ പറയുന്നില്ല. നേരെ മറിച്ച് ഖുർആനിൽ ആ ക്രമം കൊടുത്തിട്ടേ ഉള്ളൂ. അത് വരുന്നത് ഹദീസുകളിലാണ്, സ്വഹാബത്തിൻ്റെ വാക്കുകളിലാണ്. എന്നു മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ പാരായണം അത് എങ്ങനെ നമുക്ക് കിട്ടി? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓതുന്നത് അലിഫ് ലാം മീം, അങ്ങനെയാണല്ലോ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സൂറത്ത് ഓതി തുടങ്ങുന്നത്. അവിടെ അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്. അതേ അലിഫും ലാമും മീമും ഖുർആനിന് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ ഓതുന്നത്? അലം നശ്റഹ്. അവിടെയും അലിഫും ലാമും മീമുമാണ്. എന്തുകൊണ്ട് അവിടെ അലിഫ് ലാം മീം നശ്റഹ് എന്ന് ഓതുന്നില്ല? അലം യഅലം ബി അന്നല്ലാഹ യറ, അവിടെയും അലം എന്നുണ്ടല്ലോ. അവിടെ എന്തുകൊണ്ടാണ് അലിഫ് ലാം മീം യഅലം ബി അന്നല്ലാഹ യറ എന്ന് ഓതാത്തത്? അത് ഹദീസുകളിലാണ് ഉള്ളത്. ഇവിടെ എങ്ങനെ ഓതണം?
എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പഠിപ്പിക്കപ്പെടുന്നത് ഹദീസുകളിലാണ്. അതുകൊണ്ട് ഹദീസ് വേണ്ട ഖുർആൻ മതി എന്ന് പറയുന്നത് വിവരദോഷമാണ് എന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിങ്ങൾ ഖുർആൻ സ്വീകരിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ, ഇസ്ലാമികവും ഈമാനികവുമായ ജീവിതം പരിപൂർണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ജീവിതചര്യകളെയും അവൻ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുക? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ അത് കാണിച്ചു തന്നു എന്നുള്ളതാണ്. ആ കാണിച്ചു തന്ന, ആ പറഞ്ഞു തന്ന, ആ പ്രവർത്തിച്ച് പഠിപ്പിച്ചു തന്ന വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മുഴുവനായി ഒരാൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഹദീസിനെ പ്രമാണമായി സ്വീകരിക്കാതെ, ഹദീസുകളിൽ വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ ഒരു വ്യക്തിക്ക് ഖുർആനിൽ പറയുന്ന ആയത്തുകൾ പരിപൂർണമായി ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കില്ല. ഉദാഹരണം വേണമെങ്കിൽ പറയാം, നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, എങ്ങനെയായിരിക്കണം നമസ്കാരം? വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്തിലും അല്ലാഹു പഠിപ്പിക്കുന്നില്ല. നമസ്കാരത്തിന്റെ രൂപങ്ങൾ, നമസ്കാരത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ എത്ര തവണയാണ് ചൊല്ലേണ്ടത്, ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടത്, റുക്കൂ എങ്ങനെ വേണം, സുജൂദ് എങ്ങനെ വേണം, അതുപോലെ ഇഅ്തിദാൽ എന്താണ്, എങ്ങനെയായിരിക്കണം ഇഅ്തിദാൽ, ദുആഉൽ ഇസ്തിഫ്താഹ് എന്താണ്, നമസ്കാരം തുടങ്ങേണ്ടത് എങ്ങനെയാണ്, നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഖുർആനിലില്ല. ഖുർആൻ എന്തേ പറയുന്നുള്ളൂ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കരിക്കണം. ഇനി എങ്ങനെ നമസ്കരിക്കുക? എങ്ങനെ നമസ്കരിക്കണം? ചില ആളുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ കേരളക്കരയിൽ ചില വാദങ്ങളുമായി കടന്നു വന്നു. എന്താണ്? ഖുർആനിൽ നമസ്കാരം അത് 3 സമയമേ ഉള്ളൂ. അവസാനം ഇപ്പൊ പറയാൻ തുടങ്ങിയത് അങ്ങനെ നമസ്കാരം തന്നെ ആവശ്യമില്ല എന്നാ. കാരണം ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അപ്പൊ അള്ളാഹുവിനെ എങ്ങനെ ഇടയ്ക്കർത്ത് ഓർത്താൽ മതി നമസ്കാരമായി എന്നാ. എളുപ്പാണ്, പക്ഷെ പരലോക രക്ഷപ്പെടൂല, പരലോക രക്ഷപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ഓരോ സമയങ്ങളും, ഓരോ രൂപങ്ങളും, ഓരോ രീതികളും, അതിൻ്റെതായ സന്ദർഭങ്ങൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും കൃത്യമായി സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നമസ്കരിക്കണം, എന്നെ നമസ്കരിക്കുന്നതായി കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ആ രൂപങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ, ആ രൂപങ്ങൾ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ. ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. ഹജ്ജ് എടുത്തോളൂ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം. ശരി, എങ്ങനെയാ ഹജ്ജ് തുടങ്ങേണ്ടത്? അതിനു മുമ്പ് ഇഹ്റാം ഉണ്ടല്ലോ. ഇഹ്റാമിന്റെ രീതി എന്താണ്? എവിടെ നിന്നാ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഹജ്ജിന്റെ ആദ്യത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്? ശേഷം എന്ത് വേണം? മിനായിലേക്ക് എപ്പോഴെത്തണം? മിനായിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മിനായിൽ നിന്ന് അറഫയിലേക്ക് എപ്പോൾ പോകണം? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് എപ്പോൾ മടങ്ങണം? മുസ്ദലിഫയിൽ എന്ത് ചെയ്യണം? പിറ്റേ ദിവസം ദുൽ ഹജ്ജ് 10-ന്റെ അന്ന് ജംറാത്തിൽ എപ്പോൾ പോകണം? അവിടെ ചെന്നാൽ എന്ത് ചെയ്യണം? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഓരോന്നും ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രാർത്ഥിക്കണം? അവിടുത്തെ കാര്യങ്ങളുടെ ക്രമം എന്താണ്? ഖുർആൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെയും കൊണ്ട് ഹജ്ജ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു കൊടുത്തു. ഖുർആനിൽ വരുന്ന ആയത്തുകളുടെ ഒരു യഥാർത്ഥമായ പ്രവർത്തന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതമാണ് ഹദീസുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് നമസ്കാരം വേണ്ട,
എനിക്ക് ഹജ്ജ് വേണ്ട, എനിക്ക് നോമ്പ് വേണ്ട, എനിക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ വേണ്ട, എനിക്ക് ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശങ്ങളും വേണ്ട എന്ന് പറയലാണ് ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ടുള്ള സംസാരത്തിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലയോ വിശ്വാസികളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. അപ്പൊ ഖുർആൻ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ, നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം ഇല്ലാതെ ഒരിക്കലും അള്ളാഹുവിനോടുള്ള അനുസരണം പരിപൂർണമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രഭാഷണങ്ങൾ നിർവഹിക്കുമ്പോൾ, ഖുതുബകൾ നിർവഹിക്കുമ്പോൾ അതിനെയെല്ലാം തുടക്കത്തിൽ പറയാറുള്ള വാക്കെന്താണ്? ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വ ഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ. ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ കലാമായ കിതാബ് വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഏറ്റവും നല്ല ചര്യ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അല്ലാഹു തആല പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്നാണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം, എന്തൊന്നാണോ നിരോധിച്ചത് അത് നിങ്ങൾ വർജിക്കുകയും വേണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതപരമായ കൽപ്പനകളും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ഒരു വിഷയം സ്വന്തം ഇഷ്ടപ്രകാരം കൽപ്പന കൊടുക്കുകയോ സ്വന്തം ഇഷ്ടപ്രകാരം നിരോധനം പ്രഖ്യാപിക്കുകയോ ഇല്ല. അത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു തആല നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്നതാണ് മതനിയമം, ഇന്നതാണ് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വഹയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളായ ആയത്തുകൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളായ ഹദീസുകളും സ്വീകരിക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ തന്നെ നാവുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതും സത്യത്തിൽ വഹ്യു തന്നെയാണ്. ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് പോലെ ബുഖാരി 200 കൊല്ലം കഴിഞ്ഞ് വന്ന് 150 കൊല്ലം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തൊക്കെയോ എഴുതി ഉണ്ടാക്കി, അദ്ദേഹം അറബി അറിയാത്ത ആളായിരുന്നു, പിന്നീട് അറബി പഠിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ വല്യപ്പ മജൂസിയായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹദീസിനെ എതിരെ പല ആളുകളും സംസാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ സ്വഹാബികൾ പലപ്പോഴും ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ, സംശയങ്ങളുമായി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തിയിരിക്കും, ഒന്നും പറയില്ല. കാരണം എന്താ? സ്വന്തം പറയാൻ അവിടെ മതത്തിൽ വകുപ്പില്ല. അല്ലാഹു തആല പറയാത്തൊരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്നോ ഖുർആനിൽ വരാത്തൊരു പരാമർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പറയുകയോ ചെയ്താൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പറയാത്തത് നമ്മുടെ പേരിൽ കെട്ടിച്ചമച്ചു പറഞ്ഞാൽ വലതു കൈ കൊണ്ട് നാം മുഹമ്മദിനെ പിടികൂടും. എന്നിട്ട് ജീവനാടി നാം മുറിച്ചു കളയും. അള്ളാഹുവിന്റെ താക്കീതാണ്. അപ്പൊ അത്രത്തോളം ഗൗരവം ആ വിഷയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും മതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹയി എന്ന നിലക്കു തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും ആളുകൾക്ക് ഒരു വേർതിരിവുണ്ട് മനസ്സിൽ. അത് ഖുർആനല്ലേ, സ്വീകരിക്കണം. ഇത് ഹദീസല്ലേ, അത് അത്ര കാര്യം കൊടുക്കേണ്ടതില്ല. രണ്ടിനെയും രണ്ട് നിലക്കാണ് കാണുന്നത്. അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൂടാ. ഖുർആനിന് പ്രമാണം എന്ന നിലക്ക് എന്തൊരു പ്രാധാന്യവും എന്തൊരു ഗൗരവവും ഉണ്ടോ അതേ പ്രാധാന്യവും അതേ ഗൗരവവും പ്രമാണം എന്ന നിലക്ക് ഹദീസിനുമുണ്ട്. ഖുർആനും ഹദീസും പ്രമാണത്തിന്റെ വിഷയത്തിൽ രണ്ടും ഒരുപോലെയാണ്, രണ്ടും തുല്യ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഖുർആനാണെങ്കിൽ പറ്റും, ഹദീസാണെങ്കിൽ ഒന്ന് ആലോചിക്കണം എന്ന് പറയുന്ന ചിന്താഗതി ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതേ സ്ഥാനത്ത് ഖുർആനിന്റെയും ഹദീസിന്റെയും ആ വാക്കുകളും വചനങ്ങളും പ്രതിഫലത്തിന്റെയും മഹത്വത്തിന്റെയും വിഷയത്തിൽ രണ്ടും ഒരുപോലെയാണോ? അല്ല. ഖുർആനിന് പ്രത്യേകതയുണ്ട്, ഹദീസിന് ഇല്ലാത്ത മഹത്വങ്ങൾ ഖുർആനിനുണ്ട്. ഖുർആൻ തഅബ്ബുദിയാണ്, അത് ഓതിയാൽ പ്രതിഫലമുണ്ട്, ഹദീസ് വായിച്ചാൽ പ്രതിഫലമില്ല. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ട്, ആ പ്രതിഫലം ഹദീസുകൾക്കില്ല. നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതാം, നമസ്കരിക്കുമ്പോൾ അതിന് പകരം ഹദീസ് വായിക്കാൻ പറ്റില്ല.
അപ്പൊ രണ്ട് തലത്തിൽ തന്നെയാണ്, പ്രതിഫലത്തിന്റെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ. എന്നാൽ പ്രമാണം എന്ന നിലക്ക് രണ്ടും ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ വിഷയങ്ങൾ സ്വീകരിക്കുന്നിടത്തും അത് ആചരിക്കുന്നിടത്തും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ റബ്ബിന്റെ കൽപ്പന പ്രവാചകനെയും അള്ളാഹുവിനെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള സംസാര രീതിയാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അത്വ അല്ലാഹ്. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. ഉണ്ടോ? അള്ളാഹുവിനോടുള്ള അനുസരണം ആകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചേ പറ്റൂ. വമൻ തവല്ല, ഇനി വല്ലവനും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം, വമാ അർസൽനാക അലൈഹിം ഹഫീള, അവരുടെ കാര്യത്തിൽ ചുമതലപ്പെടുത്തപ്പെട്ടവനായ റസൂലെ നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. പറയേണ്ടുന്ന ബാധ്യത മാത്രമേ ഉള്ളൂ, പറഞ്ഞു കൊടുക്കുക. പിന്നെ തള്ളേണ്ടവർക്ക് തള്ളാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ പരലോകം എന്നൊരു സത്യം മുമ്പിൽ വരാനുണ്ട്. മതപരമായ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ചർച്ചകൾ വരുമ്പോൾ എന്താ ഖുർആനിന്റെ നിർദ്ദേശം? വൈം തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്കും മടക്കണം. അതെന്തിനാ? അപ്പോഴേ വിഷയത്തിന് പരിപൂർണത വരികയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിലേക്കാണ്, എല്ലാവരും സ്വർഗത്തിലേക്കാണ്. ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ അവൻ സ്വർഗത്തിലേക്കില്ല. സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാ റസൂലേ വിസമ്മതിക്കുന്നവൻ? എന്താ മറുപടി? മൻ അത്വാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവനാരോ അവൻ സ്വർഗത്തിലേക്കാണ്. വമൻ അസ്വാനി ഫഖദ് അബാ, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ അവൻ വിസമ്മതിച്ചവനാണ്, അവന് സ്വർഗ്ഗമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, ആ പ്രവാചകന്റെ നിരോധനങ്ങളെ, അതിനെ എതിർക്കുന്ന ആളുകൾക്ക് സ്വർഗമില്ല, നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രമാണം ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരും മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ ആ ഒരു രോഗത്തിലേക്ക് ഇന്ന് പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നു ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കും, അതേപോലെ ഹദീസും അംഗീകരിക്കും. ഹദീസ് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ, ചില വസ്തുതകൾ വരുമ്പോൾ അത് അംഗീകരിക്കുവാനും അത് സ്വീകരിക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. അതും ഒരു തരം ഹദീസ് നിഷേധത്തിന്റെ മനോഭാവം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വയഖൂലൂന, ചില ആളുകൾ അവർ പറയുന്നുണ്ട്, ആമന്നാ ബില്ലാഹി വബിർ റസൂൽ, ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു, വബിർ റസൂലി, റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു, വഅതഅനാ, അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹ് പറഞ്ഞാലും അനുസരിക്കും, റസൂല് പറഞ്ഞാലും അനുസരിക്കും. പക്ഷേ തുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, പിന്നെ അതാ വേറൊരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നു. എടോ റസൂൽ ഈ വിഷയത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അത് പറ്റൂല, അപ്പൊ നീയല്ലേ പറഞ്ഞത്, ഞാൻ അംഗീകരിക്കും, അത് അംഗീകരിക്കും. പക്ഷെ ഇത് അംഗീകരിക്കാതിരിക്കാൻ കാരണമുണ്ട്. അതെന്താ? അത് ഖുർആനെതിരാണ്. പിന്നെയോ അത് കാലഘട്ടത്തിന്റെ വായനകൾക്കെതിരാണ്. പിന്നെയോ അത് ബുദ്ധിക്കെതിരാണ്. പിന്നെയോ അത് യുക്തിക്കെതിരാണ്. അങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ നിഷേധിക്കുന്ന, തള്ളുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിന്റെ ആവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ, അല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ, അതിൽ വേർതിരിവ് കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല എന്ന. അവർ മുഅ്മിനുകളല്ല. എത്ര ചെറിയ വിഷയമാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അതൊരു ചെറിയ വിഷയമാണ്, അതിപ്പോൾ ഞാൻ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ എതിർത്തു, ഞാൻ നിഷേധിച്ചു എന്നതുകൊണ്ട് എന്ത് വരാനാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു നൽകിയ നിയമമുണ്ട്. ആ നിയമങ്ങൾ ചിലത് ഖുർആനിലൂടെ ആയിരിക്കാം, ചിലത് പ്രവാചകന്റെ ഹദീസുകളിലൂടെ ആയിരിക്കാം. അത് രണ്ടും ഈ ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ടാണ് മതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യുക, നമ്മളതിനെ എതിർക്കുക, നമ്മളതിനെ നിഷേധിക്കുക. അത് ഖുർആനല്ലേ, കുഴപ്പമില്ല, ഇത് ഹദീസല്ലേ, പ്രശ്നമുണ്ട് എന്ന് പറയാ. അത് പറയാൻ പാടില്ല. നോക്കൂ, അല്ലാഹു തആല പഠിപ്പിച്ചു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ, വറസൂലഹു, അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, വയഖ്ഷല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, വയബ്തഖി, അവനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാ വിജയികൾ. ആരാ വിജയി? അള്ളാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനും സ്വീകരിക്കണം, ഹദീസും സ്വീകരിക്കണം. റസൂലിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല, വല്ലവനും റസൂലിനെ എതിര് നിന്നാൽ,
പ്രവാചകന് എതിര് പ്രവർത്തിക്കുകയാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് ഹുദയുടെ മാർഗം ബോധ്യപ്പെട്ടതിനു ശേഷം അവന് കേട്ടിട്ടുണ്ട് ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ട് ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കേട്ടിട്ടും മനസ്സിലായിട്ടും അവൻ പ്രവാചകന് എതിര് പ്രവർത്തിക്കുന്നു. വയബ്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്റെ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിലെ മുഅ്മിനുകളായ സ്വഹാബത്ത്, അവർ മനസ്സിലാക്കിയ രീതിയുണ്ട്, അവർ മനസ്സിലാക്കിയ വിഷയങ്ങളുണ്ട്. അതിനെതിരെ വല്ല മാർഗവും സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം, അതിനെ വല്ലവനും ഒഴിവാക്കിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് നാം അവനെ തിരിച്ചുവിടും. ഇപ്പോൾ കണ്ടില്ലേ, തുടക്കത്തിൽ ചില ഒറ്റപ്പെട്ട വാദങ്ങളുമായി വന്നു, ചില പുതിയ പുതിയ ചെറിയ ചെറിയ ആശയങ്ങളുമായി വന്നു. അവസാനം ചെന്നെത്തിയത് എവിടെയാ? പാടെ ഹദീസിനെ നിഷേധിക്കുന്ന കൂടുകളിലേക്കാണ് ചില ആളുകളൊക്കെ ചെന്നെത്തിയത്. എന്നൊരു ചോദ്യം ചെയ്യാണ്, അങ്ങനെ ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിശ്വസിക്കുക? ഈ ഹദീസുകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുമോ, നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മറുഭാഗത്തു നിന്ന് ഹദീസിനെ അംഗീകരിക്കുന്ന ആളുകളോട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിച്ചേർന്നത്? ആരെങ്കിലും വിഷയങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അതിന് എതിര് നിന്നാൽ നുവല്ലിഹി മാ തവല്ല, പോണ വഴിക്ക് നാം തിരിച്ചുവിടും. വനുസുലിഹി ജഹന്നം, അവസാനം അവൻ അഭയസ്ഥാനം നരകമായിരിക്കും. വസഅത് മസീറാ, എത്രമാത്രം മോശമായ സങ്കേതമാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഈമാനിന്റെ പൂർത്തീകരണം അത് സാധ്യമാകണമെങ്കിൽ ഹദീസുകളെ സ്വീകരിക്കൽ നിർബന്ധമാണ്. ഫലാ വറബ്ബിക, അല്ലാഹു തന്നെയാണ് സത്യം, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുമിനൂന, അവർ വിശ്വാസികളാവുകയില്ല, അവർ വിശ്വാസികളാവുകയില്ല. അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിങ്ങളെ ജഡ്ജായി സ്വീകരിക്കുന്നത് വരെ, നിങ്ങളെ ഹാക്കിമായി സ്വീകരിക്കുന്നത് വരെ. അത് ഇന്ന വിഷയമെന്നില്ല, ഏത് വിഷയത്തിലും, അത് കണ്ണേറാകട്ടെ, അതേപോലെ സിഹ്റുബാധയാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള റുഖിയ ശർഈയാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഏത് വിഷയത്തിലും ഒരു വ്യക്തി മുസ്ലിം എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ പ്രവാചകരെ നിങ്ങളെ മധ്യകർത്താവായി സ്വീകരിക്കണം. എന്നിട്ടോ തുമ്മ ലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, റസൂലേ നിങ്ങൾ എന്തൊരു തീരുമാനമാണോ എടുത്തത് ആ തീരുമാനത്തിൽ അവർക്ക് പ്രയാസം തോന്നാൻ പാടില്ല. എന്താ റസൂൽ അങ്ങനെ പറഞ്ഞ് അതിപ്പോൾ എങ്ങനെ സ്വീകരിക്കുക? അതിപ്പോൾ അത്രത്തോളം നമ്മുടെ യുക്തിക്ക് അങ്ങോട്ട് ആകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്നാണ്. വിശ്വാസിയാകണമെങ്കിൽ എന്തൊരു തീരുമാനമാണോ റസൂൽ എടുത്തത് ആ തീരുമാനത്തിൽ മനസ്സിന് പ്രയാസം തോന്നാൻ പാടില്ല. പരിപൂർണമായ അംഗീകാരം അതിനു മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം, അത് പരിപൂർണമായി സ്വീകരിക്കണം, എങ്കിലേ അവൻ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ അത്വാഅനി, വല്ലവനും എന്നെ അനുസരിച്ചാൽ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ അസ്വാനി, എന്നോട് വല്ലവനും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് അസ്വല്ലാഹ്, അവൻ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു വിഷയമെന്നാലും അത് ഹദീസല്ലേ എന്ന ചോദ്യം നമ്മുടെ നാവിലൂടെ വരാൻ പാടില്ല. നിഷേധ നയം, ഹദീസുകളെ എതിർക്കുന്ന സാഹചര്യങ്ങൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതും വഹയാണ്, അല്ലെങ്കിൽ റസൂലിന് അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ ഉൽഫിയന്ന അഹദകും മുത്തഖിഅൻ അലാ അരീകതിഹി, സോഫകളിൽ മേൽ ചാരിയിരിക്കുന്ന ഒരു കാലഘട്ടം അന്ന് എനിക്ക് നിങ്ങളെ കാണേണ്ടി വരരുത്. എന്താ വിഷയം? ഞാൻ കൽപ്പിച്ച എന്റെ കൽപ്പനകൾ വരുമ്പോ, ഞാൻ നിരോധിച്ച എന്റെ നിരോധനങ്ങൾ വരുമ്പോ സോഫകളിൽ ചാരിയിരിക്കുന്ന ചില ആളുകൾ അത് കേൾക്കുകയാണ്. അപ്പോൾ അവർ പറയും, ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല, ലാ നദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു, അല്ലാഹുവിന്റെ കിതാബിൽ ഖുർആനിൽ എന്ത് കണ്ടോ അത് സ്വീകരിക്കും, ഇത് ഹദീസായി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ചില ആളുകൾ വരും. അതിൽ നിങ്ങൾ പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് താക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, നമുക്കത് അതിനോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നിയാലും ശരി, ഇല്ലെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണോ അത് സ്വീകരിച്ചേ പറ്റൂ. കാരണം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, ഒരു വിശ്വാസിയുടെ വാക്ക് ഇത് മാത്രമായിരിക്കണം. എപ്പോ? ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി,
അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇതാ ആയത്തിൽ ഇങ്ങനെ ഉണ്ട്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതേപോലെ റസൂലിഹി, റസൂലിലേക്ക് വിളിക്കപ്പെട്ടാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കപ്പെട്ടാൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ എന്ത് മറുപടി പറയണം? വിശ്വാസിയുടെ വാക്ക് എന്തായിരിക്കണം? അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ആലോചിക്കട്ടെ എന്നല്ല, ചിന്തിച്ചു നോക്കട്ടെ എന്നല്ല, അതല്ലെങ്കിൽ സംഘടന എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ എന്നല്ല, സംഘടനാ നേതൃത്വം എന്ത് പറയുന്നു നോക്കട്ടെ എന്നല്ല. സംഗതി നീ പറയുന്ന പോലെ ബുഖാരിയിലെ ഹദീസൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ നേതാവ് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ഇന്നലെ പോലും കേൾക്കാൻ സാധിച്ചൊരു സംസാരമാണ്. ബുഖാരിന്റെ ഹദീസാണെങ്കിലും നമുക്ക് പറ്റൂലാന്ന് തോന്നുകയാണെങ്കിൽ മാറ്റി വെച്ചാൽ മതി, ചർച്ചയ്ക്ക് എടുക്കണ്ട. ചെറിയ ആളുകളൊന്നല്ല പറയണത്, വലിയ വലിയ ആളുകളാ. ചർച്ചയ്ക്ക് എടുക്കണ്ട, അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. പക്ഷെ ഒരു നല്ല സമാധാനം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനെ കുറ്റം പറയാനും ചീത്ത പറയാനും പോകണ്ട എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് സമാധാനമുണ്ട്. ബുഖാരിന്റെ ഹദീസാണെങ്കിലും നമുക്ക് പറ്റൂലാന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, ചർച്ചയ്ക്ക് പോകണ്ട, അത് ചർച്ചയ്ക്ക് എടുത്തിടുകയും വേണ്ട. അതിനു വേണ്ടിയാണോ ഇമാം ബുഖാരി അധ്വാനിച്ചത്? അതിനു വേണ്ടിയാണോ ഇമാം ബുഖാരി കഷ്ടപ്പെട്ടത്? 10-16 കൊല്ലത്തോളം അധ്വാനിച്ചുണ്ടാക്കി എഴുതിയുണ്ടാക്കിയ മഹത്തായ ഗ്രന്ഥം ലോകത്ത് ചർച്ച ചെയ്യുകയാണ്, ലോകത്ത് പഠിക്കുകയാണ്, ലോകത്ത് പഠിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ ഹദീസുകളിൽ വരുന്ന പരാമർശങ്ങളും ആശയങ്ങളും ആദർശങ്ങളും പരിപൂർണമായി സ്വീകരിക്കാനുള്ള ഈമാൻ ചില ആളുകൾക്ക് കുറഞ്ഞു പോയപ്പോൾ അവരിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന സംസാരമാണ്. അത് ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്വന്തം തീരുമാനം അവിടെ പറയാൻ അവകാശമില്ല എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചല്ലോ. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, വിശ്വാസിക്കോ വിശ്വാസിനിക്കോ അനുവാദമില്ല, പാടില്ല. എന്ത് പാടില്ല? ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം, പിന്നെ എൻ്റെ താല്പര്യം, അതായത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ എൻ്റെ ഈ ചുറ്റുപാടിലേക്ക് അത് എനിക്കത്ര യോജിച്ചതായി തോന്നുന്നില്ല എന്നുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം ഒരു തീരുമാനം അവിടെ പറയാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ വല്ലവനും ചെയ്താൽ അത് അള്ളയോട് കാണിക്കുന്ന അനുസരണക്കേടാണ്, റസൂലിനോട് കാണിക്കുന്ന അനുസരണക്കേടാണ്. അതുകൊണ്ടാണ് ആയത്ത് അല്ലാഹു തആല ഇപ്രകാരം അവസാനിപ്പിച്ചത്, വമയ്യഅസില്ലാഹ വറസൂലഹു, വല്ലവനും അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ, വറസൂലഹു, റസൂലിനോട് അനുസരണക്കേട് കാണിച്ചാൽ, ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വ്യക്തമായ വഴികേടിലായിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്കപ്പുറം നമ്മുടെ സംസാരങ്ങൾ വന്നുകൂടാ. നമ്മുടെ സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തുകൾക്ക് മുകളിൽ ഉയർന്നുകൂടാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅലിൻ അൻ തഹബതു അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സൂറത്തുൽ ഹുജറാത്തിന്റെ 1-2 ആയത്തുകളാണ്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മറികടന്ന് മുൻകടന്ന് പ്രവർത്തിക്കരുത്. അല്ലാഹുവും റസൂലും പറഞ്ഞിടത്ത് നിന്നാൽ മതി. പിന്നെയോ നിങ്ങളുടെ ശബ്ദം റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയരരുത്. ഖുർആന്റെ ആയത്തുകൾ എല്ലാ കാലത്തേക്കുള്ള നിയമങ്ങളാണല്ലോ. ഇന്ന് എങ്ങനെയാണ് പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുതെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം അത് ശരിയല്ല എന്ന് പറയൽ, പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം അതിനെ ചോദ്യം ചെയ്യൽ, അതിനെ നിസ്സാരവൽക്കരിക്കൽ, അതിനെ പരിഹസിക്കൽ, അതിനെ തള്ളിക്കളയൽ, അതിനേക്കാൾ നല്ലത് ഇന്നയാളുടെ അഭിപ്രായമാണ് എന്ന് പറയൽ, അതെല്ലാം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നമ്മുടെ ശബ്ദം ഉയരലാണ്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ അറിയാതെ തകർന്നു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പ്രവാചകന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനെ നിഷേധിക്കാൻ പാടില്ല, ഹദീസല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ ഒരു രോഗമാണ് സഹോദരന്മാരെ. അതുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ, വിശുദ്ധ ഖുർആനിൽ പിന്നെ പറഞ്ഞിട്ടുള്ള ആയത്തുകൾക്ക് എതിരാണ് പല ഹദീസുകളും. ഇല്ല, സ്വഹീഹായ ഹദീസ് ഒരിക്കലും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കോ ആയത്തുകൾക്കോ എതിരായി വരികയില്ല. കാരണം രണ്ടിന്റെയും ഉറവിടം ഒന്നാണ്. അള്ളാഹുവിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഹദീസുകളുടെ ആശയങ്ങളും. അതും വഹയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന ആയത്ത് അത് ഇന്ന ഹദീസിന് എതിരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം.
എന്താണ് ഹദീസ് എന്നോ, എന്താണ് അതിന്റെ വിശദീകരണമെന്നോ, എന്താണ് അതിന്റെ പശ്ചാത്തലമെന്നോ, എന്താണ് അവിടെ പഠിപ്പിക്കുന്ന ആശയമെന്നോ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതോടൊപ്പം ഏത് ആയത്തിനാണോ ഈ ഹദീസ് എതിരാണ് എന്ന് പറയുന്നത് ആ ആയത്തും അവൻ കണ്ടിട്ടില്ല, ആ ആയത്തും പഠിച്ചിട്ടില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അത് കേട്ടവൻ പറയുന്നു എന്നതിനപ്പുറം ആയത്തോ ഹദീസോ കാണാതെയാണ് രണ്ടും പരസ്പര വൈരുദ്ധ്യമാണ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരി 7 സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ആ ഹദീസ് ആയത്തിനെതിരാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അവൻ ആയത്ത് പഠിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുവാനുണ്ട്. ഒന്ന് മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് മദീനയിലേക്ക് ഹിജ്റ പോയി 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും പ്രവാചകനെ ആരോപിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത്? ഈ മുഹമ്മദിന് സിഹിർ ബാധയാണ്. സിഹിർ ബാധിച്ച മുഹമ്മദിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് മക്കക്കാർ പറഞ്ഞു. ആ പറഞ്ഞവർ അക്രമികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് വെച്ചുകൊണ്ട്, ആ ആയത്ത് വെച്ചുകൊണ്ട് ഈ ഹദീസിലേക്ക് ചില ആളുകൾ ബന്ധിപ്പിച്ചു. കണ്ടോ, മുഹമ്മദിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നവൻ അക്രമിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതിന് എതിരല്ലേ സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ്? അല്ല, മുശ്രിക്കുകൾ പറഞ്ഞ വിഷയം എന്താ? മുഹമ്മദ് നബി ഖുർആൻ ഓതി കൊടുത്ത അപ്പം നാട്ടുകാർ പറയാ ഇത് ഭ്രാന്താണ്, അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇത് ഭ്രാന്താണ്, ഇത് സിഹറാണ്. അതാണ് അവർ പറഞ്ഞ സിഹർ. എന്നാൽ ഹദീസിൽ വന്നതോ പ്രവാചകന് ശാരീരികമായി മാനസികമായൊക്കെ അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ, അത് വേറെയാണ്, ഇത് വേറെയാണ്. ഒന്ന്. രണ്ടാമത്തേതോ പ്രവാചകൻ ഇത് സംഭവിച്ചത് മദീനത്തേക്ക് ഹിജ്റ പോയതിനു ശേഷമാണ്. ഖുർആനിൽ എന്ന് പറയുന്ന ആയത്തുകൾ വരുന്നത് ഒന്ന് സൂറത്തുൽ ഫുർഖാനിലാണ്, മറ്റൊന്ന് സൂറത്തു ഇസ്രായിലാണ്. അത് രണ്ടും മക്കത്തിറങ്ങിയ ആയത്തുകളാണ്, രണ്ടും മക്കത്തിറങ്ങിയ സൂറത്താ. മക്കയിൽ ഇറങ്ങിയ സൂറത്തിൽ എങ്ങനെയാണ് മദീനയിൽ വരാൻ പോകുന്ന സിഹിറിനെ കുറിച്ച് പറയാ? അതെങ്ങനെ മുശ്രിക്കുകൾ സംസാരിക്കുക? അപ്പൊ എന്താണ് വിഷയമെന്നോ എന്താണ് ഈ വസ്തുത എന്നോ പല ആളുകളും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനെതിരാണ് ഈ ഹദീസുകൾ എന്നൊക്കെ പറഞ്ഞു തള്ളുമ്പോൾ വേറെ ചിലത് ചിന്തിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് ശവം ഹറാമാണ്, ശവം ഹറാമാണ്. ഈ ഖുർആനിന്റെ ആയത്ത് ഇതെല്ലാവരും ഓതുന്നുണ്ട്. ഇത് ഹറാമാണെന്ന് പറയുന്നവനും മത്സ്യം വാങ്ങി കഴിക്കുന്നില്ലേ? ആരാ മത്സ്യത്തെ വാങ്ങി അറുക്കാറുള്ളത്? ചത്ത മത്സ്യമല്ലേ തിന്നുന്നത്? അത് ഖുർആനെതിരല്ലേ? പാടില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് മത്സ്യം കഴിക്കുന്നത്? അത് ഹദീസിലുണ്ട്. നിങ്ങൾക്ക് 2 ശവങ്ങൾ ഹലാലാണ്, അത് ഒന്ന് മത്സ്യമാണ്. ഈ ഹദീസ് സത്യത്തിൽ ഖുർആനെതിരാണെന്ന് പറഞ്ഞു നടക്കുന്ന പല ഹദീസുകളെ കുറിച്ചും പറയുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താ? ശവം ഹറാമാന്ന് ഖുർആൻ പറഞ്ഞു, പിന്നെ ഹലാലാന്ന് ഹദീസിലൊന്നും സ്വീകരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ തിന്നുന്നിടത്ത് ആയത്തും ഹദീസും വിരുദ്ധവും വൈരുദ്ധ്യമൊന്നുമില്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. വിശുദ്ധ ഖുർആനിൽ ശവങ്ങൾ ഹറാമാന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാ ശവവും ഹറാമാക്കണം. പിന്നെ അതിന് എതിരിൽ ഹദീസിന് മത്സ്യം ഹലാലാന്ന് പറഞ്ഞാലോ സ്വീകരിക്കാൻ പാടില്ലല്ലോ, കാരണം ഖുർആനെതിരല്ലേ. പക്ഷെ അത് പറ്റൂല, അതിന് ആ നിയമം വേണം, അത് ആ ഹദീസ് സ്വീകരിക്കുകയും ചെയ്യും. അതിനെന്താ തെളിവ്? അപ്പൊ നമ്മുടെ അറിവില്ലായ്മയാണ് ഖുർആനിനെതിരാന്ന് പറഞ്ഞുകൊണ്ടുള്ള നിഷേധം. മറ്റൊരു നിഷേധ രൂപമാണ് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ മാറ്റിവെക്കുക, ഹദീസിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളിൽ ബുദ്ധിക്കെതിരായിട്ട് ഒന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. മനുഷ്യന് കാണാൻ പരിധിയില്ലേ, കേൾക്കാൻ പരിധിയില്ലേ, ചിന്തിക്കാനും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം മനുഷ്യന് എത്താൻ ചിലപ്പോൾ കഴിഞ്ഞുള്ളെന്ന് വരില്ല. എന്നാൽ അതുമാത്രമല്ല, ലോകത്ത് എല്ലാവരുടെയും ബുദ്ധികൾ വ്യത്യസ്തങ്ങളാണ്, പ്രായത്തിനനുസരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ പിന്നെ ആളുകളുടെ ജീവിതത്തിനനുസരിച്ചുകൊണ്ട്, ആളുകളുടെ പഠനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചിന്താശേഷിയിലും ചിന്തകളിലും മറ്റുമെല്ലാം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു ഹദീസ് ബുദ്ധിക്കെതിരാണെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് നയം പറയുമ്പോൾ ആരുടെ ബുദ്ധിക്കെതിരാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല? എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയല്ലല്ലോ. ഇതൊരിക്കലും സഹോദരങ്ങളെ ന്യായങ്ങളല്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയോ? ഹദീസിൽ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ സ്വീകരിച്ചാൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചര്യകളും സുന്നത്തുകൾ ആദാബുകൾ നിയമങ്ങൾ എല്ലാം പാലിച്ച് ജീവിക്കൽ പ്രയാസമാണ്. അവ കൊണ്ടുവരുന്നൊരു ന്യായമാണ് അത് ഖുർആനിനെതിരാണ് എന്നുള്ളത്, അതല്ലെങ്കിൽ അത് ബുദ്ധിക്കെതിരാണ് എന്നുള്ളത്. ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് പ്രത്യക്ഷത്തിൽ യോജിക്കുന്നതാണോ? അതിൻ്റെ അർത്ഥം ഖുർആനിലെ ബുദ്ധിക്കെതിരുണ്ട് എന്നല്ല. അല്ലാഹു തആല അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നു, അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു എല്ലാറ്റും കഴിവുള്ളവനാണ്, അവൻ ഖദീറാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ ഹദീസിൽ വന്നാലോ, ഹദീസിൽ വന്നതിനെ ചോദ്യം ചെയ്യുന്നു. പശു സംസാരിച്ചു, ഹദീസിൽ കാണാം.
അത്ഭുതങ്ങൾ പലതും വരുന്നുണ്ട്. ഈസാ നബിയുടെ വരവ് അത്ഭുതമാണ്. മസീഹ് ദജ്ജാലിന്റെ വരവ് അത്ഭുതമാണ്. മസീഹ് ദജ്ജാലിന്റെ പ്രവർത്തനങ്ങൾ അത്ഭുതമാണ്. ഇപ്പോൾ അതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി. എവിടെ നിന്നുകൊണ്ട്? സലഫിയത്ത് പറയുന്ന പള്ളികളുടെ മിമ്പറിൽ നിന്നുകൊണ്ട് മസീഹ് ദജ്ജാലിന്റെ വരവിനെ ചോദ്യം ചെയ്യുമ്പോൾ ഹദീസ് സെമിനാറിന് പ്രസക്തിയുണ്ട്. എന്നാ ഖുർആൻ പറഞ്ഞ എത്ര അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. കൈ സംസാരിക്കും, കാല് സാക്ഷി പറയും. അതെങ്ങനെയാ? അത് നമ്മൾ ബുദ്ധിക്ക് യോജിക്കും ഇല്ല എന്നൊക്കെ നോക്കിക്കൊണ്ടാണോ മനസ്സിലാക്കുന്നത്? അതോ അള്ളാഹ് പറഞ്ഞു എന്നുള്ള നിലക്കോ? വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ബനു ഇസ്രായേലിയര് ബനു ഇസ്രായേലിയരോട് പശുവിനെ അറുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? കൊല്ലപ്പെട്ടൊരു വ്യക്തിയെ ആരാ കൊന്നെന്നറിയില്ല, പരിഹാരം കാണാൻ. അവസാനം അല്ല പശുവിനെ അറുക്കാൻ പറഞ്ഞു. പശുവിനെ അറുത്തു. ആ മാംസം എടുത്ത് ഒരു കഷ്ണം മാംസം മുറിച്ചെടുത്ത് കൊല്ലപ്പെട്ട വ്യക്തിയെ എറിയാൻ പറഞ്ഞു. എറിഞ്ഞു. അവൻ എണീറ്റ് വന്നു പറഞ്ഞു, എന്നെ ഇന്ന ആളാ കൊന്നത്. പിന്നെ അവൻ മരിച്ചു വീഴുകയും ചെയ്തു. ഇത് ഹദീസിലാണെങ്കിലോ അത് ബുദ്ധിക്ക് യോജിക്കൂല എന്നല്ല പറയാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് റബ്ബിനോട്, പടച്ചവനെ കൈഫ തുഹീൽ മൗത, നീ എങ്ങനെയാ മരിച്ചവരെ ജീവിപ്പിക്കുക? അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, അവലം തൂമിൻ, വിശ്വാസമില്ല ഇബ്രാഹിമെ? വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഇബ്രാഹിം നബി തിരിച്ചു പറയാണ്, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, വലാക്കിൽ യത്മഇന്ന കൽബി, മനസ്സിന് ഒരു ഉറപ്പും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാ. ഇത് ഖുർആൻ പറഞ്ഞല്ലേ. ഇത് ഹദീസിലാണെങ്കിൽ എന്താ പറയാ? ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വാറോലകൾ എന്തൊക്കെ പിന്നെ വരിക. അതിനി ബുഖാരി അല്ല ആര് ഉദ്ധരിച്ചാൽ നമുക്കെന്താ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വീണ്ടും വരും. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറയാണ്, നീ പക്ഷികളെ പിടിച്ചിട്ട് ഖുദ് അർബഅത മിന ത്വയ്ർ, 4 പക്ഷികളെ പിടിച്ചോ, എന്നിങ്ങനെ കഷ്ണമാക്കിയിട്ട് ഓരോ മലകളുടെ മുകളിലും കൊണ്ടുപോയി വെച്ചോ. സുമ്മദുഉഹുന്ന, എന്നിട്ട് വിളിച്ചാലോ യഅ്തീനക സഅയ, അത് നിന്റെ അടുക്കലേക്ക് ഓടി വരും. ഇബ്രാഹിം നബി അതേപോലെ ചെയ്തു. ഓരോ ആ പക്ഷികളുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഒരു പക്ഷിയായി രൂപപ്പെട്ട് ഇബ്രാഹിം നബിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരിക. ഇത് ഹദീസിലല്ല ഖുർആനിലുള്ളത്. ഇത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് നമ്മൾ തള്ളാറുണ്ടോ? എന്തെല്ലാം സംഭവങ്ങൾ സൂറത്തുൽ ബഖറയിൽ തന്നെ കാണാം. ഒരു വിജനമായ സ്ഥലത്ത് കൂടെ നടന്നു പോകുന്ന ഒരാള്, ആ നാട് ആകെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചിന്തിക്കുകയാണ്, കൈഫ യുഹ്യില്ലാഹു, അള്ളാഹ് ഇത് എങ്ങനെയും വീണ്ടും ജീവിപ്പിക്കുക. അപ്പോ ഖുർആൻ പറയാം, ഫഅമാതഹുല്ലാഹു, അള്ളാഹ് അയാളെ മരിപ്പിച്ചു. കാരണം ഉണങ്ങിക്കിടക്കുന്ന പ്രദേശമാണ്, ഭൂമി വിണ്ടുകീറിയതാണ്, ഇനി ഒരു ചെടി പോലും മുളക്കുകയില്ല എന്ന് അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പൊ അയാൾ ചിന്തിക്കുക, എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഇനി വീണ്ടും മഴ പെയ്തിട്ട് ഇങ്ങനെ കിളിർത്ത് വരിക. അപ്പൊ അമാതഹുല്ലാഹു മിഅത ആം, 100 കൊല്ലം ആ മനുഷ്യൻ അള്ളാഹ് മരിപ്പിച്ചു കിടത്തി. 100 കൊല്ലം. തുമ്മ ബഅസഹു, ഇതിനെ എണീപ്പിച്ചു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, കം ലബിസ്ത, അപ്പൊ എത്ര നീ ഉറങ്ങിയത്? അവർ ഞാൻ കുറച്ച് സമയം. 100 കൊല്ലം മരിപ്പിച്ചു കിടത്തിയതാ. സുമ്മ ബഅസഹു, പിന്നെ എണീപ്പിച്ചു എന്നുള്ള അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. കഴുതയും അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കഴുതുണ്ടായിരുന്നു എന്നൊക്കെ ഖുർആനിൽ വരുന്നുണ്ട്. അത് ഉസൈർ നബിയാണ്, ചില തഫ്സീറുകളും കാണാൻ സാധിക്കും. ഇത് എന്തിനാ? മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് അള്ളാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ അത്ഭുതകരങ്ങളായ മനുഷ്യന്റെ ചിന്തകളെ കൊണ്ടുപോകുന്ന, അള്ളാഹുവിന്റെ കഴിവിനെ അറിയിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ അത് ബുദ്ധിക്കെതിരാ നമ്മൾ ആരും പറഞ്ഞ് തള്ളാറില്ല. ഇതേ വിഷയം ഹദീസുകൾ വന്നാലോ ചോദ്യങ്ങളായി, സംശയങ്ങളായി, ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനങ്ങളായി, പ്രസംഗങ്ങളായി എന്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇത് വലിയൊരു രോഗമാണ്. അവസാനം ചെന്നെത്തുക ഇന്ന് ചില ആളുകളൊക്കെ എത്തിയതുപോലെ ഇനി ഖുർആനിന്റെയും നിയമങ്ങൾ നമുക്ക് വേണ്ട, സർവ മത സത്യവാദം എന്ന് പറയുന്ന ആദർശത്തിലേക്ക് ചില ആളുകളൊക്കെ ചെന്നെത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. ആ ദുരന്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹദീസും ഖുർആനും രണ്ടും വഹയാണ് എന്ന പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കി ഇസ്ലാമികമായ ജീവിതം പരിപൂർണമാകണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളെയും സ്വീകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ആ കനപ്പെട്ട ആശയം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.